Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫോമർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, given a 250:5 current transformer used with an ammeter reading of 2.7 ampere. What is the line current or primary current in the circuit? ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രൈമറി കറന്റ് അതല്ലെങ്കിൽ ലൈൻ കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. കറന്റ് ട്രാൻസ്ഫോമറിന്റെ ഒരു റേഷ്യോ ആണ് 250:5 എന്നുള്ളൊരു റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അമ്മീറ്റർ റീഡിംഗ് എത്രയാണ്? 2.7 ആംപിയർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദി ലൈൻ കറന്റ് അതല്ലെങ്കിൽ പ്രൈമറി കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 250 ആംപിയർ, 135, 84 ആൻഡ് 36. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 135 ആംപിയർ is the right answer. നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് AC സർക്യൂട്ടില് മെഷർമെന്റ് നമുക്കൊരു യൂസിങ്, അതായത് ഒരു എക്സ്റ്റൻഷൻ റേഞ്ച് ഓഫ് ലോ റേഞ്ച് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരു AC സർക്യൂട്ട്, ഒരു ഹൈ വോൾട്ടേജ് AC സർക്യൂട്ടില് മെഷർമെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചില കണ്ടീഷൻസിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചില കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു അക്യുറേറ്റ് റേഷ്യോ ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് റേഷ്യോ ട്രാൻസ്ഫോമർ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹൈ കറന്റ് അതല്ലെങ്കിൽ ഹൈ വോൾട്ടേജിൽ നിന്നൊക്കെ ആ ഒരു ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് കറന്റ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും ആണ്. ഓക്കെ, കറന്റ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? ആ ഒരു ലാർജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ വോൾട്ടേജും മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് കറന്റ് ട്രാൻസ്ഫോമർ ആണ്. അതിൽ മെഷർ ചെയ്തിരിക്കുന്നത് 2.7 ഒരു കറന്റ് ആണ് നമുക്ക് അമ്മീറ്ററിൽ മെഷർ ചെയ്തിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ലൈൻ കറന്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു കറന്റ് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 250:5. സോ നമുക്ക് ആ ഒരു റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 50 ആണ്. മെഷർ ചെയ്തിരിക്കുന്ന കറന്റ് വാല്യൂ എന്ന് പറയുന്നത് 2.7 ആംപിയർ ആണ്. സോ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു ലൈൻ കറന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ ഇൻറ്റു CT റേഷ്യോ ആണ്. അതായത് കറന്റ് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ എത്രയാണോ അതേ ഇൻറ്റു നമുക്ക് മെഷർ ചെയ്തിരിക്കുന്നത് എത്രയാണോ കറന്റ് കിട്ടിയിരിക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കറന്റ് ആണെങ്കിൽ കറന്റ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ കറന്റിന്റെ വാല്യൂ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. സപ്പോസ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ആയിരിക്കും മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കറന്റ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് 2.7 ആണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന വാല്യൂ. സോ 2.7 into 50 that is the line current ആണ്, which is equal to 135 ആംപിയർ. ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which type of transformer uses a ring or donut shaped core material offering low leakage inductance and high inductance and Q factors? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് ഓഫർ ചെയ്യുന്നത്? ഒരു ലോ ലീക്കേജ് ഇൻഡക്ടൻസ് ആണ്, അതുപോലെ തന്നെ ഹൈ ഇൻഡക്ടൻസ് പ്രൊഫൈൽ ഉണ്ട്, അതേപോലെ തന്നെ ക്യൂ ഫാക്ടേഴ്സും ഹൈ ആണ്. ഇതൊക്കെയാണ് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഓഫർ ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ഷേപ്ഡ് അല്ലെങ്കിൽ ഡഫ്നെറ്റ് ഷേപ്പിലുള്ള ഒരു കോർ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എയർ കോർ ട്രാൻസ്ഫോമർ, ടൊറോയിഡൽ ട്രാൻസ്ഫോമർ, ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ, അയൺ കോർ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ടൊറോയിഡൽ കോർ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ടൊറോയിഡൽ കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്കൊരു റിംഗ് അതല്ലെങ്കിൽ ഒരു ഡഫ്നെറ്റ് ഷേപ്ഡ് കോർ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? ലീക്കേജ് ഇൻഡക്ടൻസ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈ ഇൻഡക്ടൻസും ഹൈ ക്യൂ ഫാക്ടറിയും അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഡിസൈനിങ് ഓഫ് ദാറ്റ് ഷേപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ടൈപ്പ് ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ടൊറോയിഡൽ കോർ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which type of work is done by an auto transformer? ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പെർഫോം ചെയ്യുന്ന വർക്ക് എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. ഫേസ് ഷിഫ്റ്റിംഗ് പ്രൈമറി ടു സെക്കൻഡറി, ഐസൊലേഷൻ ബിറ്റ്വീൻ പ്രൈമറി ടു സെക്കൻഡറി, മൾട്ടിപ്പിൾ വൈൻഡിങ്സ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വോൾട്ടേജ് ഇൻ ഔട്ട്പുട്ട് സൈഡ്. സോ നമുക്ക് ചെയ്യുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.
ഓക്കെ, ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മെയിൻ ടാസ്ക് എന്താണ്, ആ ഒരു ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ ട്രാൻസ്ഫോമറിൽ നിന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സിംഗിൾ വൈൻഡിങ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് പ്രൈമറിയും സെക്കൻഡറിയും ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പ്രൈമറി വൈൻഡിങ്സും അല്ലെങ്കിൽ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഷെയർ ചെയ്യുന്നത് സെയിം അല്ലെങ്കിൽ ഒരു സിംഗിൾ വൈൻഡിങ്ങിനെ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോ ഡിഫറെന്റ് പോയിന്റുകൾ, ആ ഒരു വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഓരോ ഡിഫറെന്റ് പോയിന്റുകളിൽ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ വോൾട്ടേജ് ലെവൽ നമുക്ക് വേരി ചെയ്യാൻ, അതായത് നമുക്ക് ഹാൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും, ആ ഒരു വോൾട്ടേജ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വോൾട്ടേജ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻപുട്ടും ഔട്ട്പുട്ടും ബിറ്റ്വീൻ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഐസൊലേഷൻ പർപ്പസിനായിട്ട് നമുക്ക് അത് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഹിയർ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്, ആ ഒരു ഔട്ട്പുട്ട് സൈഡിലുള്ള വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which type of losses in a transformer are equal to each other resulting in maximum efficiency of the transformer? ഒരു ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോസസ് ആണ് ഒരു ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ ലോസസുകൾ ഉണ്ടെന്ന് അല്ലെ, അതിൽ ഏതൊക്കെ ലോസസ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താ പറ്റുന്നത്, ആ ഒരു ട്രാൻസ്ഫോമറിന്റെ മാക്സിമം എഫിഷ്യൻസി നമുക്ക് റിസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാൻ പറ്റുന്നത് ഏതൊക്കെ ടൈപ്പ് ലോസസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. ഓക്കെ, ഈ രണ്ട് ലോസസ് ആണെങ്കിലാണ് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which is to be short circuited on performing short circuit test on a transformer? ഒരു ട്രാൻസ്ഫോമറിന്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്, ലോ വോൾട്ടേജ് സൈഡ്, ഹൈ വോൾട്ടേജ് സൈഡ്, പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്. അപ്പൊ നമുക്ക് പ്രൈമറി സൈഡിനോ സെക്കൻഡറി സൈഡിനോ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ലോ വോൾട്ടേജ് സൈഡ് ആണ്. ഓക്കെ, ലോ വോൾട്ടേജ് സൈഡ് ഏതാണോ ആ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് ഫോർ ദ പെർഫോമിംഗ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ഇതാണ് എനിക്ക് വരുന്ന ആ ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു ഹൈ വോൾട്ടേജ് സൈഡ് ഇതാണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട്, ലോ വോൾട്ടേജ് സർക്യൂട്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ ഏതാണോ അതിന്റെ ലോ വോൾട്ടേജ് സൈഡ് അതിനെയാണ് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രൈമറി സെക്കൻഡറി എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ where the low voltage side or secondary is short circuited. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് പെർഫോം ചെയ്യുന്നത് എവിടെയാണ്, ഹൈ വോൾട്ടേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് അല്ലെ. അപ്പൊ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലോ വോൾട്ടേജ് സൈഡിനെ ഞാൻ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈമറിയും ഇതിന്റെ സെക്കൻഡറിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സൈഡ് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഹൈ വോൾട്ടേജ് സൈഡിൽ ഒരു വാട്ട് മീറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അമ്മീറ്റർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ് സൈഡിൽ സീരീസ് ആയിട്ടാണ്, കണ്ടില്ലേ, ഈ ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വാട്ട് മീറ്റർ ഞാൻ ഇവിടെ ഈ പറയുന്ന ഹൈ വോൾട്ടേജ് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് പെർഫോമൻസ്, ഷോർട്ട് സർക്യൂട്ട് പെർഫോം എന്ന് പറയുന്നത് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, generally the no load losses of an electrical machine is represented in its equivalent circuit by A. ഒരു നോ ലോഡ് ലോസസിനെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ മെഷീനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഈക്വലന്റ് സർക്യൂട്ടുമായിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി, പാരലൽ റെസിസ്റ്റൻസ് വിത്ത് എ ഹൈ വാല്യൂ. ഓക്കെ, ഒരു പാരലൽ റെസിസ്റ്റൻസ്, ഒരു ഹൈ വാല്യൂലുള്ള ഒരു പാരലൽ റെസിസ്റ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു നോ ലോഡ് ലോസസ്, ഒരു ഇലക്ട്രിക്കൽ മെഷീന്റെ നോ ലോഡ് ലോസസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇതിൽ റൈറ്റ് ആൻസർ.
അപ്പൊ നോ ലോഡ് ലോസസ് ഓഫ് ദ ഇലക്ട്രിക്കൽ മെഷീൻ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ലോഡ് ഒന്നും തന്നെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മെഷീനിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു മെഷീൻ എന്ത് ചെയ്യുന്ന ഒരു ലോ വാല്യൂ ഓഫ് കറന്റ് ആയിരിക്കും നമുക്ക് ആ ഒരു മെഷീൻ ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോ വാല്യൂ ഓഫ് കറന്റ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ കറന്റ് നമുക്ക് മെഷീനിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലോ ലോഡ് കറന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കോർ, ആ ഒരു മെഷീന്റെ കോർ ആണ് വലിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു മെഷീന്റെ ഈ ഒരു നോ ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിൽ നമുക്ക് വരുന്ന പവർ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഓക്കെ, ഇതാണ് നോ ലോഡ് ലോസസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, in order to minimize the inrush current in a single phase transformer, the power supply switch should be closed at the instant when നമുക്ക് ഒരു ഇൻറഷ് കറന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൽ വരുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ഇൻറഷ് കറന്റ് ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിലുള്ളത് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സപ്ലൈ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ഏത് ഒരു ഇൻസ്റ്റന്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ, ഓപ്ഷൻ സി, സപ്ലൈ വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ ആ ഒരു സപ്ലൈ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഇൻറഷ് കറന്റിനെ വാല്യൂ നമുക്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ എങ്ങനെയാണ് സപ്ലൈ വോൾട്ടേജ് മാക്സിമം ആകും. അപ്പൊ എന്താണ് ഇൻറഷ് കറന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാഗ്നറ്റൈസിംഗ് ഇൻറഷ് കറന്റ് ഇൻ എ ട്രാൻസ്ഫോമർ ഇസ് ദ കറന്റ് വിച്ച് ഈസ് ഡ്രോൺ ബൈ എ ട്രാൻസ്ഫോമർ അറ്റ് ദ ടൈം ഓഫ് എനർജൈസിംഗ് ഇറ്റ്. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോമർ എനർജൈസിംഗ് ആകുന്ന ആ ഒരു ടൈമില് ആ ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന കറന്റിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിംഗ് ഇൻറഷ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻറഷ് കറന്റ് അല്ലെങ്കിൽ മിനിമം ഇൻറഷ് കറന്റ് നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻറഷ് കറന്റിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മാക്സിമം ട്രാൻസ്ഫോമറിൽ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എത്തുന്ന ആ ഒരു ടൈമില് ഈ പറയുന്ന ട്രാൻസ്ഫോമറിനെ സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻറഷ് കറന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫ്യൂ മില്ലി സെക്കൻഡ്സിലേ ഉണ്ടാകുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു 10 ടൈംസ് ആയിരിക്കും, അതായത് നമ്മുടെ നോർമൽ കറന്റിനേക്കാൾ 10 ടൈംസ് ഹയർ ആയിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന ഇൻറഷ് കറന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻറഷ് കറന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് ആ ട്രാൻസ്ഫോമറിന് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ഫോൾട്ട് ഒന്നും തന്നെ ഈ പറയുന്ന ഇൻറഷ് കറന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു വളരെ ഫ്യൂ മില്ലി സെക്കൻഡ്സിൽ മാത്രമേ ഈ ഒരു ഇൻറഷ് കറന്റ് അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇൻറഷ് കറന്റ് ഓഫ് പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് ആ ഒരു സർക്യൂട്ടിന്റെ ഓപ്പറേഷനെ തന്നെ താളം തെറ്റിക്കും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു പ്രത്യേകം ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻറഷ് കറന്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പവർ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫംഗ്ഷനിങ് നമുക്ക് ഡാമേജ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻറഷ് കറന്റിന്റെ എഫക്ട് ഹൈ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഫ്യൂസിലെ നോയ്സൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രപ്ഷൻസ് നമുക്ക് വരുന്നുണ്ടാവും. ബ്രേക്കറിൽ വരാം, അല്ലെങ്കിൽ പ്രൈമറി സർക്യൂട്ട് കോമ്പണൻസ് ഫെയിലിയർ ആകാം. ഓക്കെ, അല്ലെങ്കിൽ സ്വിച്ചസ് അതിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വരാം, ഇതൊക്കെ വരാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം ആണ് ഇൻജക്ഷൻ ഓഫ് നോയ്സസ്. നോയ്സ് നമുക്ക് കൂടുന്നതിനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻറഷ് കറന്റ്. ദെൻ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇൻറഷ് കറന്റ്, അതാണ് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺവേർട്സ് ഡാഷ് ഇൻടു എ ഡാഷ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ഹയർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഒബ്റ്റൈൻ ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്ന ഒരു സർക്യൂട്ട് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ ഹയർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്താ വരുന്നത് നോക്കൂ, ഇൻപുട്ട് നമുക്ക് ലോ ആയിരിക്കണം. സോ ഓപ്ഷൻ എയും ഡിയും മാത്രമാണ് നമുക്ക് ലോ എന്ന് പറഞ്ഞിട്ടുള്ള തന്നിരിക്കുന്നത്. അപ്പൊ ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം, ഹൈ വോൾട്ടേജ് അറ്റ് ലോ കറന്റ് ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ തന്നിരിക്കുന്നത്. അല്ലെ, നമുക്ക് ലോ വോൾട്ടേജ് ആയിരിക്കും ഇൻപുട്ട് സൈഡില് ഹൈ കറന്റിലും, ഹൈ വോൾട്ടേജും അറ്റ് ലോ കറന്റും ആയിരിക്കും ഔട്ട്പുട്ട് സൈഡ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Eddy currents are induced by changing magnetic fields. Where do they flow with respect to the magnetic field? Okay, eddy current എന്ന് പറയുന്നത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്നതാണ്. അത് എവിടെയാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ട് ആ കറന്റ് എവിടെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലോസ്ഡ് ലൂപ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പിലായിട്ടായിരിക്കും ആ ഒരു എഡ്ഡി കറന്റ് ഫ്ലോ ആവുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഗിവൺ ബൈ. വോൾട്ടേജ് റെഗുലേഷനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ V0 - V / V0. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ.
ഓക്കെ. ഇപ്പൊ ട്രാൻസ്ഫോമർ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പെർസെന്റേജ് ഓഫ് റെഗുലേഷൻ എങ്ങനെയാണ് വരുന്നത്? VNL, that means voltage no load minus voltage full load by voltage no load. Under no load ആണെങ്കിൽ നമുക്ക് എന്ത് വരും? VNL minus VFL by VFL ആണ് വരുന്നത്. ഓക്കെ. ഫുൾ ലോഡ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ടു ലോഡ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ NL ആണ്. There is no load ആണെങ്കിൽ ഡിവൈഡഡ് ബൈ FL ആണ് വരുന്നത്. പെർസെന്റേജ് ഓഫ് റെഗുലേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, when a VV system is converted into delta system, the capacity of the system increased by. Okay, ഒരു VV system നമ്മൾ ഒരു delta സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഇൻക്രീസ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ സി 73.2% ഓഫ് ഇൻക്രിമെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ കപ്പാസിറ്റി ഓഫ് ദ ട്രാൻസ്ഫോമർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? √3 VLIL ആണ് അല്ലേ. അപ്പൊ ഒരു ക്ലോസ്ഡ് ആണെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ക്ലോസ്ഡ് ഡെൽറ്റയും VV എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പൺ ഡെൽറ്റയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ക്ലോസ്ഡ് ഡെൽറ്റ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VI = 3 VLIPH ആണ്. ഓപ്പൺ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് VI = എന്താണ്? √3 VLIPH ആണ്. ഓക്കെ. അപ്പൊ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് നമുക്ക് എന്താണ്? VA ഡെൽറ്റ ക്ലോസ്ഡ് ഡെൽറ്റ മൈനസ് VA ഓപ്പൺ ഡെൽറ്റ ബൈ VA ഓപ്പൺ ഡെൽറ്റ × 100 ആണ്. സോ 3 മൈനസ് √3 ബൈ √3 which is equal to 73.2% ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following statements about the core type transformer compared to shell type transformer is incorrect? ഓക്കെ. ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും തമ്മിലുണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ് പറയുന്നത്? ദ കോർ സറൗണ്ട്സ് എ കൺസിഡറബിൾ പോർഷൻ ഓഫ് ദ വൈൻഡിങ്സ്. ഒരു കൺസിഡറബിൾ പോർഷൻ ഓഫ് വൈൻഡിങ്സ് ആയിരിക്കും നമുക്ക് ഈ കോർ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതാണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബി എന്താണ്? ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് അല്ലെ. കോർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് വരുന്നത്? ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൽ നമുക്ക് മോർ സ്യൂട്ടബിൾ ആണ്. വൈൻഡിങ്സ് ആർ ഫോം wound and they are cylindrical type. അത് കോർ ട്രാൻസ്ഫോമറിൽ എന്താണ്? The mean length of coil is shorter. ഇതൊക്കെ നമുക്ക് റൈറ്റ് ഓപ്ഷൻസ് ആണ്. ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ്? The core surrounds a considerable portion of the windings. That is an incorrect statement. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു കോർ ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ആ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇതാണ് കോർ ട്രാൻസ്ഫോമറിന്റെ ഫിഗർ വരുന്നത്, ഇതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. നമുക്ക് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ വൈൻഡിങ് എങ്ങനെയായിരിക്കും? വൈൻഡിങ് സറൗണ്ട്സ് ദ കോർ ആണ് നമുക്ക് വരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കോർ സറൗണ്ട്സ് ദ വൈൻഡിങ് ആണ്. ഇവിടെ നോക്കൂ, വൈൻഡിങ് സറൗണ്ട് ദ കോർ, ഹിയർ കോർ സറൗണ്ട്സ് ദി വൈൻഡിങ്സ് ആണ്. ലിംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ലിംസ് ആണ് വരുന്നത്, ഇവിടെ 3 ലിംസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ദെൻ കോപ്പർ റിക്വയർമെന്റ് നമുക്ക് ഇവിടെ വളരെ ലെസ് റിക്വയർമെന്റ് ആണ് വരുന്നത്, ഇവിടെ കൂടുതൽ കോപ്പർ ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ലാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഫോം ഓഫ് ആൽഫാബറ്റ് ലെറ്റർ L എന്നൊരു ഫോമിലാണ് നമുക്ക് ലാമിനേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ആൽഫാബറ്റ് E ആൻഡ് L നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ആ ഒരു രണ്ട് സൈഡ് ലംബുകളിലും നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെന്റർ ഇതിൽ എത്രത്തോളാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഈ പറയുന്ന സൈഡ് ലിംബുകളിൽ ഉണ്ടാകുന്നത്. ഓക്കെ. ഓൾ ഫ്ലെക്സിന്റെ സെന്ററിലായിരിക്കും ഹാഫ്, ബാക്കിയുള്ളതിൽ രണ്ടിന്റെ ഹാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ വൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോത്ത് വൈൻഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? രണ്ട് സൈഡ് ലിംബുകളിലായിരിക്കും വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സെന്റർ ലിംബിലേക്കായിരിക്കും രണ്ടും കൂടി ഒരുമിച്ച് വൈൻഡ് ആയിരിക്കുന്നത്. മാഗ്നറ്റിക് സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലി 1 മാഗ്നറ്റിക് സർക്യൂട്ട് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 മാഗ്നറ്റിക് സർക്യൂട്ട്സ്, കാരണം നമുക്ക് 3 ലിംസ് ഒക്കെ വരുന്നുണ്ട്. ടൈപ്സ് ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇവിടെ മൾട്ടി ലെയർഡ് ആൻഡ് സാൻഡ്വിച്ച് ടൈപ്പിൽ നമുക്ക് വരാം. കൂളിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു കോർ ടൈപ്പ് എന്ന് പറയുന്നത് ബെറ്റർ കൂളിംഗ് ആയിരിക്കും, കാരണം നമുക്ക് കൂടുതൽ സർഫസ് ഉണ്ട് അല്ലെ, ആ ഒരു എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിലേക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള സർഫസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നാച്ചുറൽ കൂളിംഗ് എന്ന് പറയുന്നത് നോട്ട് എഫക്റ്റീവ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫാൻ ഒക്കെ എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ ഇതിൽ ഷെൽ ടൈപ്പിൽ. ഈസി ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, കാരണം നമുക്ക് ആ ഒരു ഡിമാൻഡിലിറ്റി ഈസിലിയാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസ്മാൻഡിൽഡ് ഈസിലിയാണ്, ഈസി ആയിട്ട് നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് റിപ്പയർ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈസ് ലെസ് ആണ്, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടുതൽ ലോസസ് വരുന്നത് കൊണ്ട് ലെസ് എഫിഷ്യൻസി ആണ് വരുന്നത്. ഓക്കെ. ഇവിടെ ഹൈ ഔട്ട്പുട്ട് ആണ്, കാരണം ലോസസ് നമുക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻസി ഈ ഷെൽ ടൈപ്പിൽ ഹൈ ആണ്. ഈസി ടു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് കോർ ടൈപ്പ്, എന്നാൽ കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് ടൈപ്പ് ആണ് ഷെൽ ടൈപ്പ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കിയെങ്കിൽ ഇവിടെ മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ ലോ ആണ്, കാരണം ദർ ഈസ് നോൺ ബ്രേസിംഗ് ആണ് വരുന്നത്. നോൺ ബ്രേസിംഗ് കാരണം മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇവിടെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്.
ലീക്കേജ് റിയാക്ടൻസിന്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോട്ട് ഈസിലി പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ലീക്കേജ് റിയാക്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹൈലി പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാനുള്ളത്. ഓക്കെ, the current transformers uses current transformer ഏത് ടൈപ്പ് ഓഫ് ഇതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. കറന്റ് ട്രാൻസ്ഫോമർ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അതായത് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയിട്ട് ചേഞ്ച് ചെയ്ത് തരും. അതാണ് കറന്റ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. An ideal transformer is used on 220 voltage line to deliver 2 ampere at 110 voltage. The current through the primary is. Okay, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ നമുക്ക് 220 വോൾട്ടേജ് ലൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിന്? 2 ആംപിയർ. ഓക്കെ, അറ്റ് 110 വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് കറന്റ് ആണ് സെക്കൻഡറിയിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈമറിയിൽ വരുന്ന കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രൈമറി വോൾട്ടേജ് നമുക്ക് 220 തന്നിട്ടുണ്ട്. ES അതായത് നമുക്ക് വരുന്ന സെക്കൻഡറി കറന്റ് ആണ് 2 ആംപിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ES ആണ്, സോറി IS ആണ്. ES എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് 110 ആണ് വരുന്നത് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? IP ആണ്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? EP by ES is equal to IS by IP ആണ്. IP is equal to എന്ത് വരും? ES into EIS by EP. ഇപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് വരുന്നത് 1 ആംപിയർ ആണ്. സോ ഓപ്ഷൻ ഒരു സെക്കൻഡ് 1 ആംപിയർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോറി, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1 ആംപിയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ചേഞ്ച് ലോ വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ടു ഹൈ വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് വിത്ത് വൈസ് വേഴ്സ? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡിവൈസ് ആണ് ഒരു ലോ വോൾട്ടേജ് AC-നെ ഹൈ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആയിട്ടും ആൾട്ടർനേറ്റിംഗ് കറന്റ് അങ്ങനെ AC നമ്മളെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ ആണ് അല്ലെ. ട്രാൻസ്ഫോമർ ആണ് നമുക്ക് ആ ഒരു കൺവേർഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആർ യൂസ്ഡ് ഫോർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വേറെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജിലേക്ക്. ഓക്കെ, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അതിനെ ലോ വോൾട്ടേജിലേക്ക് ആക്കുന്നത് ആരാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ, അതെന്താണ് നമുക്ക് വരുന്നത്? ഹൈ സോറി നമുക്ക് ലോ വോൾട്ടേജിനെ ഹൈ ആക്കി മാറ്റുന്നത് ആരാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇത് മറക്കരുത്. അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യാണ്. The transformer core is laminated in order to transformer core ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ടു മിനിമൈസ് ദി എഡ്ഡി കറന്റ് ലോസ്. എഡ്ഡി കറന്റ് ലോസസ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ കോറിനെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺവേർട്സ് ഇൻടു, നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, നമ്മൾ സെയിം, അതായത് ആൻസർ ഡി ആണ് റൈറ്റ് ആൻസർ. ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റിനെ ഹൈ വോൾട്ടേജ് അറ്റ് ലോ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പെർഫോം ചെയ്തത്. ഓക്കെ, in a step up transformer the value of current in the secondary coil in comparison to primary coil is, നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ അതായത് ഇൻപുട്ട് സൈഡിൽ നമുക്ക് ഹൈ കറന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, കറന്റിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഹൈ കറന്റും സെക്കൻഡറി സൈഡിൽ ലോ കറന്റും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈമറി കോയിലുള്ള കറന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ സെക്കൻഡറി കോയിൽ ആണ്. ബട്ട് വോൾട്ടേജിന് നോക്കുമ്പോൾ ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് കറന്റും വോൾട്ടേജും വരുന്നത്. ഓക്കെ, the number of turns in a secondary coil and primary coil of the transformers are 200 and 500 respectively. If the electric current in the primary coil is 48 ampere, then find the secondary current coil current. Okay, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, രണ്ടിന്റെയും പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന കറന്റ് തന്നിട്ടുണ്ട്. സോ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണ്? NP തന്നിട്ടുണ്ട് 500, NS എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസ് ആണ്.
IP is the primary current ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം, IP by IS is equal to NS by NP. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് IS ആണ് അല്ലേ. സോ IP into NP divided by NS. സോ IP എന്ന് പറയുന്നത് 48 ആണ് into 5/2, അതായത് 500 by 200 ആണ് അല്ലേ. നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, 24 ആണ്. 24 into 5 എത്രയാണ് വരുന്നത്, 120 ആംപിയർ. സോ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി is the right answer. 120 ampere is the secondary coil current. Okay. Which of the following remains constant in an ideal step down transformer? ഒരു ഐഡിയൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാകുന്നത്? ഓക്കെ, നമുക്ക് കറന്റും വോൾട്ടേജും ചേഞ്ച് ആകും, നമുക്കറിയാം അല്ലെ, കറന്റോ വോൾട്ടേജിലോ ചേഞ്ചസ് വരുന്നുണ്ടാവും. ബട്ട് പവർ ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. പവറിൽ നമുക്ക് വേരിയേഷൻസോ ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല. ഓക്കെ, പവർ എന്ന് പറയുന്നത് നമുക്ക് സെയിം തന്നെ ആയിരിക്കും വരുന്നത്, പക്ഷേ കറന്റും വോൾട്ടേജും ചേഞ്ച് ആകും. അത് ഈവൻ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും. ഓക്കെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ട്രാൻസ്ഫോമർ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിലിലൂടെ ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിനനുസരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുകയും അത് അതിന്റെ തൊട്ടടുത്തുള്ള കോയിൽസിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതായത് നമ്മുടെ ഒരു കോയിലിലൂടെ നമുക്ക് ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ ഒരു EMF എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള കോയിൽ ഇൻഡ്യൂസ് ആവുന്നത്, ദാറ്റ് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻ. Faraday's law of electromagnetic induction എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്തു പോകുന്ന ആ ഒരു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ ഒരു EMF സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF-ന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് Faraday's law of electromagnetic induction. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഒരു ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജിയാണ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നും വേറൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ആ ഒരു ഇലക്ട്രിക്കൽ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് രണ്ട് കോയിൽസ് ആണ്, പ്രൈമറി കോയിലും ഉണ്ട്, സെക്കൻഡറി കോയിലും ഉണ്ട് അല്ലെ. നമുക്കിതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്നും കൂടി പറയുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? It can convert AC voltage into DC voltage and vice versa. That is a wrong statement അല്ലെ. AC നെ DC ആക്കാനോ DC നെ AC ആക്കാനോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വോൾട്ടേജ് ലെവൽ ഹയർ ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ആൻഡ് വൈസ് വേഴ്സ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കാനും അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു നമ്പർ ഓഫ് ടേൺസ് നമ്മൾ പറഞ്ഞു, പ്രൈമറി കോയിൽസും ഉണ്ട് സെക്കൻഡറി കോയിൽസും ഉണ്ട് അല്ലെ. ആ ഒരു നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിനെ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, which one of the following transformer has its output voltage greater than its input? ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ട് ഹയർ ആയിട്ട് വരുന്നത് എവിടെയാണ്? സ്റ്റെപ്പ് അപ്പ് അല്ലെ. ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ഹയർ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുന്നുവെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനേക്കാൾ ഹയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് ലെസർ ദാൻ ദി ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. ഓക്കെ, the efficiency of a power transformer is maximum at, നമുക്കൊരു പവർ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി മാക്സിമം എപ്പോഴായിരിക്കും? നിയർലി എ ഫുൾ ലോഡ്. നിയർലി ഫുൾ ലോഡ് ആയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു പവർ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം കിട്ടുന്നത്. ഓക്കെ, അതായത് പവർ ട്രാൻസ്ഫോമർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫുൾ ലോഡ് എന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം എഫിഷ്യൻസി എപ്പോഴായിരിക്കും? ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും പവർ ട്രാൻസ്ഫോമറിന്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. Laminations of core are generally made of. ഓക്കെ, ലാമിനേഷൻസ് നമ്മൾ പറഞ്ഞു, ലാമിനേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കോറിൽ എഡ്ഡി കറന്റ് ലോസസിനെ റെഡ്യൂസ് ചെയ്യാനാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ലാമിനേഷൻസ് നമ്മൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ ലാമിനേഷൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് സിലിക്കൺ സ്റ്റീൽസ് ആണ്. ഓക്കെ, ബൈ യൂസിങ് സിലിക്കൺ സ്റ്റീൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കോറിന്റെ ലാമിനേഷൻസ് ഒക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. നോക്കൂ, ഒരു ഹൈ പെർമബിൾ മെറ്റീരിയൽ ആണ് ഈ പറയുന്ന സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫോമർ കോറിന്റെ ലാമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ പെർമിബിലിറ്റി ആണ്, മിനിമം ഹിസ്റ്ററീസിസ് ലോസ് ആണ്. ഇതൊക്കെയാണ് ആ ഒരു സിലിക്കൺ സ്റ്റീലിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കോറ് അതുപോലെ തന്നെ അതർ ഇലക്ട്രിക്കൽ ഡിവൈസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.